ഹേയ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ തൃശ്ശൂരുള്ള വീട്ടിലാണ്. 2 ദിവസമായി ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ രണ്ടു ആൾക്കും, അതായത് ഉമ്മാക്കും ഞാദിക്കും 2 പേർക്കും കുറച്ച് ദിവസമായിട്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ചെറിയ വ്ളോഗാണ് ഇന്നുള്ളത്. അതിൻ്റെ ഒപ്പം നമ്മുടെ വീട്ടിലെയും കടയിലേക്ക് ചെറിയ ചെറിയ വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂരുള്ള വിജയലക്ഷ്മി ഹോസ്പിറ്റലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഉമ്മ ഓൾറെഡി കണ്ണട യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളുടെ ലെൻസിൻ്റെ പവർ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോക്ടറിനെ ഒന്നും കൂടെ ഒന്ന് റീചെക്കപ്പ് ചെയ്തിട്ട് ലെൻസ് മാറണമെങ്കിൽ ചേഞ്ച് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഡോക്ടറെ കാണാൻ വന്നു. അതോടൊപ്പം തന്നെ നാദിക്കും കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 1 മന്തായിട്ട് അത് നോക്കുന്നുണ്ട്. പക്ഷേ അതൊരു ബുദ്ധിമുട്ടായി വന്നപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഡോക്ടറിനെയൊക്കെ കണ്ടു തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ രാവിലെ 8 മണിക്കായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരക്കൊന്നും കൂടാണ്ട് വേഗം ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് മെഡിസിനൊക്കെ മേടിച്ച് ഇറങ്ങാൻ പറ്റും. അല്ലാത്ത പക്ഷം അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതൊക്കെ കഴിഞ്ഞതേ പോകുന്ന വരിക്കാണ് നമ്മളുടെ തൃശ്ശൂരുള്ള ഹൈലൈറ്റ് മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫൈസൂന് കുറച്ച് ഡ്രസ്സ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മാക്സിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മളുടെ ലേഡീസിനാണേലും കുട്ടികൾക്കാണേലും ജെൻസിനാണേലും ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു 12 മണിയായപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം വെറുതെ ഇങ്ങനെ കിടക്കാമല്ലോ. അപ്പോൾ വിചാരിച്ചു എന്നാൽ നമുക്ക് മുകളിലൊക്കെ ഒന്ന് കയറി കറങ്ങിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നു കേട്ടോ ഫൈസൂനുള്ള ഡ്രസ്സൊക്കെ അവിടുന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഈ ഒരു ബലൂണൊക്കെ കൊണ്ട് നമ്മളുടെ പുറം രാജ്യത്ത് നിന്ന് വന്ന കുട്ടികൾ ഇതിങ്ങനെ വിറ്റ് നടക്കുമല്ലോ. അത് കാണുമ്പോൾ നമുക്കൊരു സിമ്പതി തോന്നും കുട്ടികൾ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ. അങ്ങനെ നമ്മൾ അത് ഒരെണ്ണം മേടിച്ച് ഫൈസൂന് കൊടുത്തു. ഫൈസും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ ഇതേ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇരുട്ടി നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്താണ് ഞാതിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം വന്നു. അപ്പോൾ ബൈക്ക് എടുക്കുന്ന സൗണ്ട് ഇട്ടപ്പോഴത്തേക്കും ഫൈസ് ഓടി വന്നിട്ടുണ്ട്. കുറുമ്പ് കാണിച്ചു അവനിക്കും പോകണം എന്നുള്ള രീതിയിൽ. പിന്നെ കുട്ടിക്കും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം അവർ 2 ആളും പോയിക്കോട്ടെ എന്നായി. ഞാനൊപ്പം പോകുന്നില്ല. കാരണം രാവിലെ പോയതിൻ്റെ ഒരു ക്ഷീണം എനിക്കങ്ങോട്ട് മാറിയില്ല. അത് മാത്രമല്ല നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടാവില്ലല്ലേ ഒരു ഉറക്കം കഴിഞ്ഞാൽ. അങ്ങനെ ഒരു 2 ആൾ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതിനിപ്പോൾ കുറച്ച് വലുതായില്ലേ, അപ്പോൾ തന്നെ പിടിച്ചൊക്കെ ഇരിക്കാനായിട്ടുണ്ട്. അങ്ങനെ അവർ 2 ആളും ചാച്ചാ ബൈ ബൈ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനി നിങ്ങളോട് വേറൊരു വിശേഷം പറയാനുണ്ട്. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും നമ്മളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു ഷോപ്പുണ്ട് എന്ന കാര്യം നിങ്ങളോട് പറയാറുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇതുവരെ ആ ഒരു ഷോപ്പ് ഞാൻ നിങ്ങളെ ആരെയും കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു ടൈമാണ്. കാരണം രാത്രിയായി, കസ്റ്റമേഴ്സ് ബഹളമൊന്നും ഇല്ലാത്ത സമയമാണ്. മർഹബ സ്റ്റോഴ്സ് ആണ് നമ്മുടെ കടയുടെ പേര്. കടയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലടോ. ഞാൻ ഈ ഒരു ഷോപ്പിന് നമ്മുടെ മിനി സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇവിടെ കുട്ടികളുടെ ഐറ്റംസ് ആയിക്കോട്ടെ, കുട്ടികളുടെ ടോയ്സ്, എന്തൊരു ചെരുപ്പ്, കുട്ടികളുടെ മാത്രമല്ല വലിയൊരു ചെരുപ്പ്, പ്രായമായൊരു ചെരുപ്പ്, മിഠായിസ്, ബേക്കറി ഐറ്റംസ്, ഗ്രോസറീസ്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഷോപ്പിൽ ഉണ്ട് കേട്ടോ. ഈയിടെയായിട്ട് ചെറുതായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണേലും അല്ലാണ്ട് ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ 2 വീഡിയോസിൽ 2 കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും കടയുണ്ടെന്ന് പറയും, പക്ഷേ ഇതുവരെ കട കാണിച്ചിട്ടില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ ഷോപ്പും കൂടെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീടും നമ്മുടെ വിശേഷവും കടയൊക്കെ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒപ്പം ഉണ്ടാവണം. അടുത്ത വീഡിയോ വരെ.